ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 15-ാം തിരുവചനം. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. ഓർമ്മിക്കുക, മാനവരാശിയുടെ നിത്യശത്രുവാണ് സാത്താൻ. അവൻ ദൈവത്തിന്റെ ഏകശത്രുവാണ്. മനുഷ്യനെ ദൈവത്തിൽ നിന്നകറ്റി എന്നേക്കുമായി ആത്മനാശം സംഭവിപ്പിക്കാൻ അവൻ അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് നോക്കി ചുറ്റി നടക്കുകയാണ്. ഉൽപ്പത്തിയിൽ ആരംഭിച്ച ഈ ശത്രുത യുഗാന്ത്യത്തിൽ ഏറ്റവും രൂക്ഷമാം വിധം പ്രകടമാകും. എന്തെന്നാൽ വിശുദ്ധ ഗ്രന്ഥം സാക്ഷിക്കുന്നതുപോലെ അല്പസമയമേ അവശേഷിച്ചിട്ടുള്ളൂ എന്നറിഞ്ഞ് അരിശം കൊണ്ട് പിശാച് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. സാത്താൻ ക്രിസ്തു ശിഷ്യർക്കെതിരെ ഒരു യുദ്ധത്തിന് തയ്യാറായി നിലകൊള്ളും. ദൈവകൽപ്പനകൾ പാലിക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടുവെന്ന് വെളിപാട് ഗ്രന്ഥം സ്പഷ്ടമാക്കുന്നു. മനുഷ്യന്റെ ഈ ദുരിതാവസ്ഥയിൽ സാത്താനെതിരായ യുദ്ധത്തിൽ സഹായിക്കാൻ കഴിയുന്ന അതിശയകരമായ ദൈവശക്തി ധരിച്ചവളാണ് പരിശുദ്ധ മറിയം. സാത്താന്റെ തല തകർക്കാൻ പുത്രനോടൊപ്പം നിലകൊള്ളുന്ന സ്ത്രീയാണ് മറിയം. 12-ാം പിയൂസ് മാർപ്പാപ്പ ഇങ്ങനെ ഉദ്ബോധിപ്പിക്കുന്നു: നരകത്തിലെ ദുഷ്ടപിശാചിനെതിരെ തന്റെ ഏകജാതൻ നടത്തിയ പോരാട്ടത്തിൽ മറിയം പങ്കുചേർന്നു. അതുപോലെ പാപത്തിന്മേലും പാപത്തിന്റെ ദുരിതപൂർണമായ അനന്തരഫലങ്ങളിന്മേലും അവിടത്തേക്കുണ്ടായ മഹത്വപൂർണമായ വിജയത്തിലും അവൾ പങ്കുചേർന്നു. ദൈവപുത്രന്റെ അമ്മ എന്ന നിലയിൽ തന്റെ പുത്രൻ നിർവഹിച്ച രക്ഷാകര കർമ്മത്തിൽ സഹകാരിണി എന്ന നിലയിൽ അവിടുന്ന് ശത്രുക്കൾക്കെതിരെ നടത്തിയ സമരത്തിലും ശത്രുക്കളുടെ മേൽ നേടിയ വിജയത്തിലും മറിയത്തിന് പുത്രനോട് പങ്കുണ്ടായിരുന്നു. യുഗാന്ത്യ നാളുകളിൽ ക്രിസ്തു ശിഷ്യരായ നാം ഓരോരുത്തരും അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് സാത്താനെതിരായ യുദ്ധത്തിൽ പങ്കാളികളാകാനും വിജയം കൈവരിക്കാനും ആത്മശക്തി നേടിയെടുക്കുവാനും വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. പരൻ ശില്പിയായി പണിത നഗരമതിൽ, പരൻ ശില്പിയായി പണിത നഗരമതിൽ പരനോടു കൂടെ വാഴാൻ പോയാൽ മതി, പരനോടു കൂടെ വാഴാൻ പോയാൽ മതി. ഒരിക്കൽ പാപാന്ധകാര കുഴിയതിൽ ഞാൻ മരിച്ചവനായി കിടന്നോരിടത്തു നിന്നും, ഒരിക്കൽ പാപാന്ധകാര കുഴിയതിൽ ഞാൻ മരിച്ചവനായി കിടന്നോരിടത്തു നിന്നും ഉയർത്തിയിന്നോളം എന്നെ നിർത്തിയവൻ, ഉയർത്തിയിന്നോളം എന്നെ നിർത്തിയവൻ
ഉറപ്പുള്ള പാറയാകും ക്രിസ്തേശുവിൽ, ഉറപ്പുള്ള പാറയാകും ക്രിസ്തേശുവിൽ. ഇവിടെ ഞാൻ വെറുമൊരു പരദേശി പോൽ, ഇവിടുത്തെ പാർപ്പിടമോ വഴിയമ്പലം. ഇവിടെ ഞാൻ വെറുമൊരു പരദേശി പോൽ, ഇവിടുത്തെ പാർപ്പിടമോ വഴിയമ്പലം. ഇവിടെ എനിക്കാരും തുണയില്ലെങ്കിലും, ഇവിടെ എനിക്കാരും തുണയില്ലെങ്കിലും തുണയാകും യേശുവോടു ചേർന്നാൽ മതി, തുണയാകും യേശുവോടു ചേർന്നാൽ മതി. പ്രിയനെനിക്കിനിയേകും ദിനമൊക്കെയും ഉയർത്തിടാം സുവിശേഷ കൊടിമണ്ണിൽ. പ്രിയനെനിക്കിനിയേകും ദിനമൊക്കെയും ഉയർത്തിടാം സുവിശേഷ കൊടിമണ്ണിൽ. ഇളക്കമില്ലാത്ത നാട്ടിൽ വസിച്ചിടുവാൻ, ഇളക്കമില്ലാത്ത നാട്ടിൽ വസിച്ചിടുവാൻ തിടുക്കമാണെൻ മണാളൻ വന്നാൽ മതി, തിടുക്കമാണെൻ മണാളൻ വന്നാൽ മതി. കളങ്കമില്ലാതെ എന്നെ തിരുസന്നിധി വിളങ്ങുവാൻ യേശു കഷ്ടം സഹിച്ചെനിക്കായി. കളങ്കമില്ലാതെ എന്നെ തിരുസന്നിധി വിളങ്ങുവാൻ യേശു കഷ്ടം സഹിച്ചെനിക്കായി. തളർന്നമേ കാൽക്കരങ്ങൾ തുളച്ച മാർവും, തളർന്നമേ കാൽക്കരങ്ങൾ തുളച്ച മാർവും നിറഞ്ഞ കണ്ണീരുമാർദ്ര ഹൃദയവുമായി, നിറഞ്ഞ കണ്ണീരുമാർദ്ര ഹൃദയവുമായി. നിറഞ്ഞ പ്രത്യാശയാൽ ഞാൻ ദിനമൊക്കെയും പറഞ്ഞ വാക്കോർത്തു മാത്രം പാർത്തിടുന്നു. നിറഞ്ഞ പ്രത്യാശയാൽ ഞാൻ ദിനമൊക്കെയും പറഞ്ഞ വാക്കോർത്തു മാത്രം പാർത്തിടുന്നു. നിറുത്തേണമേ വിശുദ്ധ ആത്മാവിനാൽ, നിറുത്തേണമേ വിശുദ്ധ ആത്മാവിനാൽ പറന്നേറി വാനിലെത്തി വസിച്ചാൽ മതി, പറന്നേറി വാനിലെത്തി വസിച്ചാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി,
ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി.